ഇതളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹ യഹൂദരുടെ 3 പ്രധാനപ്പെട്ട തിരുനാളുകളിൽ ഒന്നാണ് പെസഹ തിരുനാൾ. കൂടാര തിരുനാൾ, പന്തക്കുസ്ത തിരുനാൾ, പെസഹ തിരുനാൾ. ഇവയാണ് 3 പ്രധാനപ്പെട്ട തിരുനാളുകൾ. പുതിയ നിയമത്തിൽ ഈ പെസഹ ആചരിക്കുന്നുണ്ട്. ഈ പുതിയ നിയമത്തിലെ പെസഹായിൽ കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു, പൗരോഹിത്യം സ്ഥാപിക്കുന്നു, സ്നേഹത്തിൻ്റെ കൂദാശ നൽകുന്നു. ഇതിനെല്ലാം ഉപരിയായി തൻ്റെ 12 ശിഷ്യന്മാരുടെ പാദങ്ങൾ കർത്താവ് കഴുകുന്നു. പെസഹായിൽ ഇതിലും വലിയൊരു നന്മ എന്താണുള്ളത്? അടിമകൾ മാത്രം ചെയ്യാറുള്ളൊരു കാര്യമാണ് ഈശോ ചെയ്തത്. വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുൻപ് തൻ്റെ 12 ശ്ലീഹന്മാരുടെയും അടുത്ത് ചെന്ന് അവരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ച ഈശോ. എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത 2 കാലുകഴുകൽ ശുശ്രൂഷയുണ്ട്. ഒന്ന്, എറണാകുളത്തെ മറൈൻ ഡ്രൈവിലെ മഴവിൽ പാലത്തിൽ 12 ഭിക്ഷക്കാരുടെ കാല് കഴുകിയത്. ഒരു പെസഹ നാളിൽ ദേവാലയത്തിലെ ശുശ്രൂഷകൾ കഴിഞ്ഞ് നേരെ എറണാകുളത്തേക്ക് പോയി അവിടെ നേരത്തെ അറേഞ്ച് ചെയ്തു വച്ചിരുന്ന 12 ഭിക്ഷക്കാരുടെ കാലുകൾ കഴുകി തുടച്ച് ചുംബിച്ചു. ഏകദേശം 80ഓളം ഭിക്ഷക്കാർ ഇതറിഞ്ഞ് അവിടെ എത്തി. മറ്റാളുകളും കേരളത്തിലെ മീഡിയ സംഘവും അറിയിക്കാതെയാണെങ്കിലും ആരോ പറഞ്ഞറിഞ്ഞ് അവരുമെത്തി. ആ 12 ഭിക്ഷക്കാരുടെ കാലുകൾ കഴുകി ചുംബിച്ച ആ ദിനം ഒരിക്കലും മറക്കാനാവാത്ത ഒന്നാണ്. അവർക്ക് സമ്മാനങ്ങൾ നൽകി, ഭക്ഷണം നൽകി. അതൊരനുഗ്രഹീത ദിവസമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പ്രിസൺ മിനിസ്ട്രി ഇന്ത്യയുടെ കോർഡിനേറ്റർ ആയിരിക്കുമ്പോൾ തിഹാർ ജയിലിലെ 12 തടവ് പുള്ളികളുടെ കാലുകൾ കഴുകിയതാണ് 2ാമത്തെ മറക്കാനാവാത്ത അനുഭവം. തുടർച്ചയായി എല്ലാ വർഷവും തിരഞ്ഞെടുക്കപ്പെടുന്ന 12 തടവ് പുള്ളികളുടെ കാലുകൾ കഴുകി ചുംബിക്കുമായിരുന്നു. അതൊരു വലിയ ധന്യ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഒരു വർഷം കാലുകഴുകൽ ശുശ്രൂഷ നടക്കുന്നതിനിടയിൽ 12 ശിഷ്യന്മാരായിരിക്കുന്ന തടവു പുള്ളികൾ ഒരാൾ വാവിട്ട് കരയാൻ തുടങ്ങി. ഞാൻ അവൻ്റെ കാല് കഴുകി ചുംബിക്കുന്ന സമയത്ത് അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് എൻ്റെ ശിരസിലേക്ക് വീണു. അവൻ വാവിട്ട് കരഞ്ഞു പറഞ്ഞത് ഇതാണ്: തും ഇസ് പാപി കെ പേർ ദോ രഹേ ഹോ. നീ ഈ പാപിയുടെ കാല് കഴുകുന്നുവോ? ഞാൻ ആ കഴുകി തുടച്ച് ചുംബിക്കുന്ന അവസരത്തിൽ അവൻ വിളിച്ചു പറഞ്ഞ ഒന്നാണ്. പ്രിയമുള്ളവരെ, പെസഹ, ആ പെസഹായിൽ കർത്താവ് നൽകിയ വലിയ നന്മയാണ് ഈ കാലുകഴുകൽ ശുശ്രൂഷ. എളിമപ്പെടണം. എത്രമാത്രം മറ്റുള്ളവരുടെ മുമ്പിൽ എളിമപ്പെടാൻ കഴിയുന്നുവോ അവർക്കാണ് സ്വർഗരാജ്യം എന്ന് ഈശോ നമ്മെ പഠിപ്പിച്ചു. ഈ പെസഹായും നമ്മെ പഠിപ്പിക്കുന്നത് ഈ മഹത്വപൂർണമായ സന്ദേശമാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇതളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ. കരളുരുകി കഥനവീഥിയിൽ ഏകനായി നിൽക്കയാണു ഞാൻ. കരളുരുകി കഥനവീഥിയിൽ
ഏകനായി നിൽക്കയാണു ഞാൻ. ഇതളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ.